ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? അപ്പോൾ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സെലു കിച്ചൺ വളപുരം തന്നെയാണ് പഴയ ചാനല്. പിന്നെ എൻ്റെ കൈ കെട്ടിയിട്ട് ബ്ലോക്കായത് തോന്നുന്നത്. ഞാൻ പടക്കം പൊട്ടിച്ച വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അതിൽ വാണിംഗ് ഒക്കെ വന്നായിരുന്നു എന്ന് പറഞ്ഞു ഷാനുവിൽ ചെക്ക് ചെയ്യുന്നതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കറിയില്ല, അത് എങ്ങനെ വാണിംഗ് മെസ്സേജൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഗൂഗിളിൽ മെസ്സേജൊക്കെ അയക്കുമ്പോൾ നമ്മളത് അറിയാതെ ക്ലിക്ക് ചെയ്താൽ ചാനലടിച്ചു പോവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും അത് ചാനലടിച്ചു പോകാൻ. ഞാനങ്ങനെ ഫോട്ടോ സ്റ്റിക്കറാക്കിയെന്നോ അതിൻ്റെ മൊബൈലിലൊക്കെ കളിച്ചിട്ട് അതൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണതൊന്നും എനിക്ക് പല രീതിയിലാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനെന്താ വെച്ചിട്ട് കുറച്ച് കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ. തലവേദന, ഭയങ്കര തലവേദന എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ആ ചാനലിൽ പോയതിന് ശേഷമാണ് പെട്ടെന്നൊരു ദിവസം നമ്മൾ ആ ചാനലിൽ പോകുകയെന്ന് പറയുമ്പോൾ ഒരു വാണിംഗ് ഒന്നും അതായിട്ടുള്ള മെസ്സേജൊന്നും എനിക്ക് അറിയില്ല എന്താണെന്നുള്ളതൊന്നും. പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ അത് പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു വൈകുന്നേരം വരെ നമ്മളതിൽ പിന്നെ നല്ല സന്തോഷത്തോടെ ലൈവ് ഇട്ടതാണ്, ചിരിച്ച് കളിച്ച് പിരിഞ്ഞതാണ്. അവരോട് ഞാനൊന്നും ആരോടൊന്നും മോശമായിട്ടൊന്നും പറയാനുള്ള ഇടമില്ല. അവരെന്നെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് തന്നെ അത് എന്താണ് കറ്റ് ഔട്ട് അടിച്ചതാണ് എനിക്ക് റിപ്പോർട്ട് അടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. അത് പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് എടുക്കാനായിട്ട്. കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ആ വീഡിയോ ഒക്കെ ആകുമ്പോൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. ഷാനു പാവം എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ കാര്യവും നോക്കി കണ്ടും ചെയ്യുന്നു. ഞാൻ കാരണത്താൽ തന്നെയാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത്. ആർക്കും അതിലൊരു കുറ്റം പറയാനുമില്ല, ആരും കുറ്റം പറയാനില്ല മക്കളെ. എനിക്ക് ആരും സഹായത്തിന് ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് എന്നെ സഹായിക്കാൻ പറ്റിയ ആൾ. വളരെ വിഷമമുണ്ട് എനിക്ക്. സന്തോഷം പോയി മക്കളെ. നിങ്ങളോട് എന്തെങ്കിലും തെറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്ന് വെച്ചാൽ സെലിത്താക്ക് ഭയങ്കര ദേഷ്യം വരുന്നത് കൊണ്ടാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കൾ ക്ഷമിച്ചേക്കണം. എന്ന് വെച്ചാൽ സെലിത്താക്ക് വേറൊന്നും മനസ്സിലുണ്ടാവില്ല, ഒരു സങ്കടം തന്നെ ഉള്ളു മനസ്സിലുണ്ടാവുള്ളൂ കേട്ടോ. ഉള്ളിൽ സങ്കടം വെച്ച് പുറത്ത് പുഞ്ചിരിയായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു ദിവസം പോലും എനിക്കൊരു സമാധാനത്തിലൊരു ജീവിതം ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിലെ അമ്മ ഇപ്പം മരിച്ചു. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു കരക്കെത്തിച്ച് ഒരു കല്യാണവും കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് 6 മാസം തട്ടിമുട്ടി അങ്ങനെ ഉണ്ടായി. പിന്നെ അതിന് ക്യാൻസർ വന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും വിചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇത് മനസ്സിലാക്കുന്നുമില്ല. നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നൊക്കെ ചെയ്യുന്നു. അതൊന്നും എന്നെ ബാധിക്കണ കാര്യമില്ല. എന്നാലും എല്ലാവർക്കും വേണ്ടി ഞാൻ ഓടി നടന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് സെൽഫി കൊടുത്തിട്ടും അങ്ങനെ ആയാലും എല്ലാവർക്കും നല്ല സൗഹൃദത്തിലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ചാനലടിച്ചു പോയി. പക്ഷേ അതിൻ്റെ കുറ്റം കൊണ്ടാണ് എന്ന് എനിക്ക് സംശയം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഫോട്ടോ സ്റ്റിക്കറൊക്കെ ആക്കാൻ നോക്കിയിട്ട് ഏതെങ്കിലും നെക്കിയാലും പോവും.
പിന്നെ ആരെങ്കിലും അത് മേലെ റിപ്പോർട്ട് വാർണിംഗ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ മേലെ എങ്ങനെ വന്നതെന്നൊന്നും വരുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാനത് അറിഞ്ഞിട്ടില്ല. ഒക്കെ ഈ ഷാനു എല്ലാ കാര്യവും ചെയ്തു തരുന്നതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. കുറേ കോപ്പറേറ്റൊക്കെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഷാനു അത് ഒക്കെ ക്ലിയർ ചെയ്ത് എനിക്ക് ഒരു ചാനൽ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഒരു ചാനലായിരുന്നു ടെലിവിഷൻ വളപുരം. എല്ലാവരും വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒരു കളങ്കമില്ലാത്ത സ്നേഹം, ഇടയ്ക്ക് ദേഷ്യം പിടിച്ചെങ്കിലും മനസ്സിൽ ഒന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് അതിൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞ് ചേർന്നൊരു സാധനമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറേ ക്ഷമിക്കും. അപ്പോൾ എനിക്കിപ്പോൾ തലവേദന വല്ലാതെ തലവേദനിക്കുന്നു, എന്നൊക്കെ ഭയങ്കര പൊട്ടുന്ന വേദന, ഇപ്പം മരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിലെത്തിയിരുന്നു മക്കളെ. ഞാൻ അത്ര പോലും ഇത് ഭയങ്കര ക്ഷീണം. ഈ ചൂട് എനിക്ക് തീരെ താങ്ങാൻ കഴിയുന്നില്ല. ഇപ്പം രണ്ടാം വഴിക്ക് പോവുകയാണ്. ഒരു സന്തോഷം, ഒരു ജീവിതത്തിൽ നമ്മളെ ലൈഫിൽ സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ എന്താ മക്കളെ ഒരു ജീവിതത്തിൽ? നമ്മളെ ഭർത്താവും കൂടെ ഉണ്ടായാൽ തന്നെയുള്ളൂ നമുക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെ തന്നെയാണ്. എൻ്റെ സുഖവും ദുഃഖവും സന്തോഷവും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു ദിവസം അത് അസുഖമാവുന്നു. അത് മാറാത്തൊരു അസുഖമാണ്, ക്യാൻസറായി, തൊണ്ടയ്ക്ക് ക്യാൻസറായിരുന്നു. അതുകൊണ്ട് ഞാനാകെ തളർന്ന അവസ്ഥയിലാണ്. ഹോംനേഴ്സ് ജോലിക്ക് കഴിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. പിന്നെ വേറെ വന്ന കാരണം പ്രസവത്തിൻ്റെ പ്രസവത്തിൻ്റെ ഹോംനേഴ്സ് അല്ലായിരുന്നു ഞാൻ. പിന്നെ ഇതിൻ്റെ ഹോംനേഴ്സായിരുന്നു. രോഗികളെ നോക്കുക, അവരെങ്ങനെ കുട്ടികളെ പോലെ സ്നേഹിച്ചുമായിരുന്നു. ഒക്കെ കുറേ ആൾക്കാർ മരിച്ചും പോയി. ആ ഒരു ജോലിയില്ല, പ്രമോഷൻ എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാവുകയുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾക്ക് വ്യക്തിതണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സന്തോഷം കുറച്ച് കാലം സന്തോഷം ഉണ്ടായി. ഇപ്പം മുതൽ ഓരോന്നും മനുഷ്യന് ഈ ചാനൽ പോയ റിപ്പോർട്ട് അടിച്ചത് എൻ്റെ തെറ്റ് തന്നെയാണ്. എൻ്റെ അശ്രദ്ധ കൊണ്ടുപോയതാണ്. അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തിരിച്ചു വരും, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഓക്കെ ആവും. പക്ഷെ അതിൻ്റെതല്ല, ഇപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് തലവേദന, ഭയങ്കര ഇപ്പോൾ പേടിയാണ്. പല അസുഖങ്ങളുള്ളതാണ്. പക്ഷെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. പ്രഷർ കൂടിയുണ്ടാവും പൊട്ടണ വേദന എന്ന് വെച്ചാൽ. ഇന്നലെ തുടത്തിയതാണ് തലവേദന എന്ന് പറഞ്ഞാൽ. ഇടയ്ക്ക് മാറും, പിന്നെ അതുപോലെ വരും ഒക്കെ ചെയ്യണം. ഒന്ന് ഹോസ്പിറ്റലിൽ പോയൊക്കെ നേരം വെളുത്തിട്ടില്ലല്ലോ, 6 മണി 6:30. ഇത് നേരത്തെ ഈ തലവേദനയും വയറുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. അല്ലെങ്കിൽ തന്നെ ഒരു സുബഹിൻ്റെ മുന്നൊക്കെ നീക്കണതാണ്. പൊട്ടണ വേദന ആകുമ്പോൾ നമുക്ക് കിടക്കാൻ ഒരു ഇതുണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങൾ പൊന്നുമക്കളെ. അപ്പം ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയുള്ള ആദ്യത്തെ പഴയ ചാനലിൽ പോലെ എല്ലാ ചാനലിലും നിങ്ങളെ സപ്പോർട്ടിങ്ങാണ് വലുത്. എൻ്റെ മക്കൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നുള്ള ഉറപ്പോടെ തന്നെ ഒരു ചാനൽ തുടങ്ങിയത്. അങ്ങനെ കുഴപ്പമില്ല. വാച്ച് അവർ കുറച്ച് കുറവാണ്. വാച്ച് അവർ കൂടുതൽ വലിയ കണ്ടൻറ്റൊന്നും വ്യൂസ് ഉണ്ടായിട്ട് കാര്യമില്ല. വാച്ച് അവർ ഉണ്ടെങ്കിലുള്ള കാര്യമുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ടും ഇതാക്കിയിട്ടും. ലൈവിൽ വരാനൊന്നും ഇപ്പോൾ പറ്റില്ല. ഒക്കെ ചാനൽ ഫോൺ ഹാങ്ങായിട്ട് ഒക്കെ അങ്ങോട്ട് ഇതായിരുന്നു. ഫോണിൽ നിന്നൊക്കെ ഡിലേറ്റായി പോയിരുന്നു. ആരുടെ നമ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിക്കാനും കഴിഞ്ഞിട്ടില്ല. എല്ലാ മക്കളും എൻ്റെ കുട്ടികൾ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. നിങ്ങളെ ഇഷ്ടം തന്നെയാണ്. പിന്നെ നിങ്ങളെ സപ്പോർട്ട് പോലെ തന്നെയാണ് ഞങ്ങളെ കാര്യമൊക്കെ. പക്ഷെ ഒന്നും എനിക്ക് പറയാനില്ല മക്കളെ. എനിക്ക് ലൈവിൽ വരണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ലൈവ് കിട്ടുന്നില്ല. ഒക്കെ ആദ്യം മുതൽ ഒന്നൊന്നാണ് തുടങ്ങണം, എന്നെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ സെലിത്താക്ക് എല്ലാവരോടും സന്തോഷമുള്ളൂ. സെലിത്താക്ക് അങ്ങനെ അഹങ്കാരം ഡിമാൻഡൊന്നുമില്ല. നിങ്ങളങ്ങനൊന്നും വിചാരിക്കല്ലേ. സെലിത്താക്ക്
ചില നേരത്ത് തലവേദന ഉണ്ടാകുമ്പോൾ ആർക്കും സെൽഫി ഒന്നും കൊടുക്കൂല. അപ്പോൾ തലവേദന ആകുമ്പോൾ എനിക്ക് സംസാരിക്കണതും കേൾക്കാനൊക്കെ ഭയങ്കര ഒരു ഒരു ദേഷ്യം വരും. അതുകൊണ്ട് സെൽഫി അധികം കൊടുക്കാത്തത് കൊണ്ട് മക്കളൊക്കെ പരാതി കമൻ്റ് എഴുതുന്നുണ്ട്. പക്ഷേ നമ്മളെ സിറ്റുവേഷനുകൾ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട്. അപ്പം നിങ്ങൾക്ക് സെൽഫി തരാതിരിക്കണമെന്ന് വെച്ചാൽ സെൽഫിനോട് നിങ്ങളെന്നെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടാണ് സെൽഫി ചോദിക്കുന്നത്. ചിലർ കളിയാക്കും പരിഹസിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് ഇപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാ സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം, തുടർന്നുണ്ടാവണം എന്ന് ഒരു ലക്ഷ്യമുണ്ട് മക്കളെ. നമ്മളൊരു ജീവിതത്തിൽ ഇതുകൊണ്ട് നമ്മൾ കോമാളി വേഷം കെട്ടാനല്ല വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വരുമാന മാർഗമാണ് മക്കളെ. അത് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ മഴവെള്ളം വന്ന മാതിരി ഇത് പറഞ്ഞ മാതിരി നമ്മളെ വയനാടിൻ്റെ സ്ഥിതി എന്താ അല്ലേ, പെട്ടെന്നൊരു ദിവസം മല പൊട്ടി വീഴും പോലെ ആ ചാനലാണ് അടിച്ചു പോവാന്ന് പറഞ്ഞാൽ വിഷമമുള്ള കാര്യം തന്നെയാണ്, വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. വിഷമമില്ലായിട്ടല്ല ഞാൻ കാണിക്കുക. എന്താ കരഞ്ഞിട്ട് കാര്യം, ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ലൈഫും നമ്മളെ ഫ്യൂച്ചറൊക്കെ പോവുമായിരിക്കും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ തലച്ചോർക്ക് പ്രഷർ കയറും. അപ്പം നമ്മൾ പിന്നെ അതൊരു അസുഖമായിട്ട് നമുക്ക് ഈ അവസ്ഥയിൽ ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് എന്ത് വന്നാലും പ്രശ്നമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ മാക്സിമം സന്തോഷം കാണണം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക ആലോചിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. പടച്ചവനോട് ചോദിക്കുക തന്നെ, റബ്ബിനോട് മുന്നിൽ. അല്ലാതെ ഇപ്പം നമുക്ക് ആരോടും സങ്കടം പറയാനൊന്നും പറ്റൂല. റബ്ബിനോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് ഞാനിപ്പോൾ. ആരോടൊരു പരിഭവവും ആരോടൊരു ദേഷ്യവും ഇല്ല. എന്നും നിങ്ങളെ സ്ഥലത്തെ കൂടെ ഉണ്ടാവും, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മക്കളെ. തലവേദന ഉണ്ട്, എന്നാലും നിങ്ങളെ മുന്നിൽ ലൈവിലൊന്ന് വരാമെന്ന് തോന്നുന്നു. പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെന്നെ ചൊടിപ്പിക്കാൻ പറയാമായിരിക്കുമെങ്കിലും എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമുള്ള ആയതുകൊണ്ടൊന്ന് ക്ഷമിക്കണം കേട്ടോ. ചെറിയ ചെറിയ തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടറിഞ്ഞിട്ട് എന്നോട് കമൻ്റ് എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് പിന്നെ പഴയ മാതിരി ഉള്ള ഒരു 1 മില്യൺ അടിക്കണമെന്നുള്ളൊരാഗ്രഹം ഒക്കെ എൻ്റെ മക്കൾ പറയാമായിരുന്നല്ലോ. അപ്പോൾ സരിത എന്നാൽ താങ്ക് യു മക്കളെ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അസ്സലാമു അലൈക്കും. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മക്കൾക്ക്. ഈ സെലു കിച്ചൻ്റെ സന്തോഷമായിട്ടുണ്ട് എല്ലാ മക്കൾക്കും, എല്ലാ മക്കളുമാർക്കും എൻ്റെ പോട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം.